വരുമാനം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ബാധകമായിട്ടുള്ള ടാക്സ്, അല്ലാതെ ട്രാൻസ്ഫർ പ്രൈസിങ് എന്താണ്, കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്താണ് എന്നെല്ലാം സാധാരണക്കാരായ ഒരാൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വസ്റ്റ്യനോ കേസോ വന്നാൽ മാത്രമേ ആ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിലേക്ക് ഞാൻ പോകണ്ടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻകം ടാക്സ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് ആണ്. സൈഡൊന്നും കൊണ്ടു നടക്കാറില്ല. ഇതൊരു ഫാഷൻ ആയതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നത്. സ്ലൈഡ് നോക്കി വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറിംഗ് ആണ്. സോ യു ക്യാൻ ഗോ ത്രൂ ദ സ്ലൈഡ്സ്. ഞാൻ എൻ്റെ പെർസെപ്ഷൻ വെച്ചുകൊണ്ട് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ സെമിനാറിനെ പറ്റി ഒരു കാര്യം പറയാം. ഒരു ചെറിയ കഥ പറയാം. ഉണ്ട് ഒരു എല്ലാ ഷിപ്പുകളുടെയും എഞ്ചിൻ റിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം അത് പഠിച്ചത് വളരെ കഷ്ടപ്പെട്ടാണ്. ബാലനായിരിക്കുമ്പോൾ തന്നെ ഷിപ്പിന്റെ എഞ്ചിനുകളൊക്കെ റിപ്പയർ ചെയ്ത് അദ്ദേഹം ഒരു എക്സ്പെർട്ടായി. അങ്ങനെ എനിക്കൊരു വലിയൊരു ഷിപ്പിംഗ് കമ്പനിയുടെ ഷിപ്പ് എൻ്റെ എഞ്ചിൻ ബ്രേക്ക് ഡൗൺ ചെയ്തു. ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി. അദ്ദേഹത്തിന്റെ ടൂൾ കിറ്റിൽ നിന്ന് ഒരു ചുറ്റിയെടുത്ത് അവർ എഞ്ചിനെടുത്ത് ഒരു പൊട്ടു. ഇമ്മീഡിയറ്റ്ലി ദ എഞ്ചിൻ സ്റ്റാർട്ടഡ് വർക്കിംഗ്. എല്ലാവരും അത്ഭുതപരമായി പോയി. തീർച്ചയായിട്ടും വളരെയധികം റിപ്പയർ വേണ്ടി എന്ന് വിചാരിച്ചിരുന്ന ഒരു വലിയൊരു എഞ്ചിൻ ഒരു ഹാമറിന്റെ ഒരു അടി കൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ബില്ല് വന്നപ്പോൾ അവര് അന്തിച്ചു പോയി. $10,000. അവർ വിചാരിച്ചു ഒരു ചുറ്റിയുടെ ഒരു അടിക്ക് $10,000. പിന്നെ അവർ ഇദ്ദേഹത്തെ റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ ഇന്ററാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ചുറ്റിയുടെ അടിക്ക് $2 അല്ല $2. $9,998 എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെ അടിക്കണം എന്നുള്ള അറിവിനാണ്. ആ അറിവ് ഇവിടെ പകർന്നതിനായിട്ട് വിജയകുമാർ സാറിനെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ NSC പ്രസിഡന്റിനെ പോലുള്ള ആളുകള് ഈ $9,888 വെർത്തായിട്ടുള്ള ആൾക്കാർ സൗജന്യമായിട്ട് ഇവിടെ ഉണ്ട്. അത് സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടും വളരെ ഒരു ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ്. അതിന് സമ്പാദ്യത്തിന് നല്ലൊരു മീനിങ്